നീറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇപ്പം ഈ അടുത്തിടെയായിട്ട് 2-3 ദിവസമായിട്ട് കുറേയധികം കുട്ടികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ആന്ധ്രയിലോ തെലങ്കാനയിലോ സീറ്റ് റെഡിയാക്കാം, അതിന് നമ്മൾ വഴി അപ്ലൈ ചെയ്താൽ മതി, നമ്മൾ അതിന് വേണ്ട സംവിധാനങ്ങൾ അവിടെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാം. 40,000 റാങ്കുള്ള ആളുകൾ, 35,000 റാങ്കുള്ള ആളുകൾ, ദെൻ അതുപോലെ 80,000, 1 ലക്ഷത്തിന് മേലെ, 3 ലക്ഷത്തിനടുത്ത് റാങ്കുള്ള ആളുകൾ, ഓൾ ഇന്ത്യ റാങ്കുള്ള ആളുകൾക്കാണ് ഈ വിളികൾ വരുന്നത്. അതിന് മേലുള്ള ആളുകളോടും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്ടിലൊക്കെ സീറ്റ് റെഡിയാക്കി തരാം. ദെൻ കേരളത്തിൽ ഈ ഒരു റാങ്ക് വെച്ചിട്ട് 1 ലക്ഷത്തിൽ ചില്ലം വെച്ചിട്ട് സെൽഫ് ഫിനാൻസിൽ നല്ല കോളേജുകളിൽ സീറ്റ് ഉറപ്പ് വരുത്തി തരാം. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനാണ് വിളിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ജെന്യുവിൻ ആണോ? ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഓൾ ഇന്ത്യ ലെവലിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഒരു 30,000 റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ റിമോട്ട് ആണെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കിട്ടും. ഒരു 35,000, 30,000 മേലെ ഏകദേശം 1 ലക്ഷത്തി ചില്ലുവാനോ, ഒരു 1,30,000 വരെയൊക്കെയുള്ള റിസർവേഷൻ സ്റ്റാറ്റസ് അനുസരിച്ച് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കേരളത്തിൽ കിട്ടും. ദെൻ പൊതുവെ മെഡിക്കലിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിന് പുറത്തേക്ക് പോയാൽ കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം 12 ലക്ഷമായിരുന്നു. അത് മിക്കവാറും ഒരു 13 ലക്ഷത്തിനടുത്തേക്ക് പോയേക്കാം. തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് 15 ലക്ഷത്തിനടുത്താണ്. ആന്ധ്രയും തെലുങ്കാനയും 15, 14, 13 ലക്ഷത്തിനിടയിലാണ് വരുന്നത്. ഇതൊക്കെയാണ് ഫീസ് വരുന്നത്. ഈ ഫീസ് വരുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് 1,30,000, 1,50,000 വരെ വരുന്ന ആളുകൾക്ക് കേരളത്തിൽ എന്തായാലും സീറ്റ് കിട്ടും. കേരളത്തിന് പുറത്തേക്ക് വന്നാൽ കർണാടകയിൽ 1,80,000 വരുന്ന ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ 2 ലക്ഷത്തിൻ്റെ മേലേക്ക് പോവാം. ആന്ധ്ര, തെലങ്കാന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതർ സ്റ്റേറ്റ്സ് കാൻഡിഡേറ്റ്സിനുള്ള റിസർവ്ഡ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്ക് ഏതാണ്ട് 4 ലക്ഷം വരെ റാങ്ക് വരുന്ന ആളുകൾക്കും കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ റാങ്കിനുള്ളിൽ വരുന്ന ആളുകളോടും ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് വിളിച്ച് പറയുന്ന ആളുകൾ സത്യത്തിൽ ചെയ്യുന്നത് ബാക്ക് എൻഡിലൂടെ റെഡിയാക്കുന്നതല്ല. നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുപ്പിച്ച്, അതും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച്, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ ചെയ്യും, ആനയാണ് കുതിരയെന്നൊക്കെ പണം ചെയ്യുന്നത്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ആര് കൊടുത്താലും മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് ഈ റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് കിട്ടും. അതിന് വേറൊരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ സമ്മതമോ റെക്കമെൻഡേഷനോ ശുപാർശയോ വേണ്ട. എന്ന് മാത്രമല്ല, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന പോലുള്ള അതത് സ്റ്റേറ്റുകൾ തങ്ങളുടെ സീറ്റുകൾ വിൽക്കാനോ കൊടുക്കാനോ അലോട്ട് ചെയ്യാനോ വേറൊരു ഏജൻസിയെയും ഏൽപ്പിച്ചിട്ടില്ല. അതാത് അതോറിറ്റി, ബന്ധപ്പെട്ട അതോറിറ്റികൾ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ഓൺലൈനായിട്ട് കൊടുത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓൺലൈൻ പ്രോസസ്സിലൂടെ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ വാങ്ങുന്നത് എത്രയാ? 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഫീസ് വാങ്ങുന്ന ആളുകളുണ്ട്. ഈ ആളുകളോട്, ഇത്തരം വിളി കിട്ടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം ചതിക്കുഴികളിലും ട്രാപ്പിലും പോയി പെട്ട് വെറുതെ കൊണ്ട് ഈ പൈസ കളയരുത്. ഇപ്പം കർണാടക ആപ്ലിക്കേഷൻ 2ാമത് വിളിച്ചിട്ടുണ്ട്. കർണാടക ആദ്യം ഒരു പ്രാവശ്യം ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു. അത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. അത് ക്ലോസ് ചെയ്തിട്ട് 2ാമത് വീണ്ടും പുതുതായിട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 24-ാം തീയതിയാണ്, ജൂലൈ 24-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. സൂക്ഷ്മമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പോയിട്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. തമിഴ്നാട് വിളിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ടൈമും ഇപ്പോഴാണ്. ഇപ്പം അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ തമിഴ്നാടും കർണാടകയും കൊടുക്കുക. ആന്ധ്രയും തെലുങ്കാനയും ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അതിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. അതൊക്കെ ചെയ്യാം. പ്ലസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചോയ്സ് ഫില്ലിങ്ങിന് കോഴിക്കോട് കരിയഗുരു ഓഫീസിൽ വരാം. നമ്മളത് വളരെ കൃത്യമായിട്ട് കോളേജുകളുടെ റാങ്ക് അനുസരിച്ച് ചെയ്തു തരുന്നുണ്ട്. അതിനാകെ ഇവിടുന്ന് വാങ്ങുന്നത് 6,000 രൂപ മാത്രം ഫീ ആണ്. ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്ത് പ്രിൻ്റ് എടുക്കാനും തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യാനും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് 3rd അലോട്ട്മെൻറ്റ്, സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് വരെ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് കരിയഗുരുവിലുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അല്ലാണ്ട് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒന്നും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഈ റാങ്കുകാർക്ക് സ്വതവേ കിട്ടും. അവർ ചെയ്യുന്നത് കൊണ്ടോ ശുപാർശ ചെയ്യുന്നുണ്ടോ ബാക്കെൻഡിൽ നിങ്ങൾ ചെയ്തതുകൊണ്ടോ കിട്ടുന്നൊരു പ്രോസസ്സ് അല്ല ഇത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ചതിക്കുഴികളിൽ പോയി പെടരുത്.
ദെൻ ആന്ധ്രയിൽ ഏകദേശം ഒരു 2-2.5 ലക്ഷം വരെയൊക്കെ പോകുന്നുണ്ട്. തെലങ്കാനയിൽ 4 ലക്ഷം വരെയൊക്കെ ഉണ്ട്. നിമ്ര അതുപോലെ ഫാത്തിമ മെഡിക്കൽ കോളേജിലൊക്കെ മൈനോറിറ്റി പദവിയുള്ള കോളേജുകളും കൂടിയാണ്. ആ കോളേജുകൾ 4.5 ലക്ഷം വരെ ഓൾ ഇന്ത്യ റാങ്ക് വന്ന ആളുകൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ഈ റാങ്കൊക്കെ പരിശോധിച്ച് നമുക്ക് ചോയ്സസ് ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് നല്ല കോളേജുകൾ കൊടുക്കാം. അതിന് കയ്യഗുരു നിങ്ങളെ സഹായിക്കും. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. രണ്ടാമത്തൊരു കാര്യം, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ചോയ്സസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ 50,000 60,000 രൂപയൊക്കെ ഫീസ് വാങ്ങി ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വളരെ കുറഞ്ഞ ഫീയിൽ ചെയ്യാവുന്ന സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. കരിയർഗുരു ഫീ ചാർജ് ചെയ്യുന്നത് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ തുടർ നടപടിക്രമങ്ങളിൽ നിങ്ങളെ സഹായിക്കാനും അതാണ് ചെയ്യുക. തെറ്റില്ലാതെ ചോയ്സ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് റാങ്കിങ് കോളേജുകളുടെ ലിസ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വലിയൊരു പൈസയൊക്കെ കൊടുത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും നല്ല ചോയ്സസ് കിട്ടാനും നല്ല കോളേജിൽ പഠിക്കാനും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.